ഈ എണ്ണയിലൊന്നും വറുത്ത് കോരാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിന്റെ റെസിപ്പി അങ്ങ് തന്നാ വേണ്ടാന്ന് പറയോ? അപ്പോൾ അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ചെറു കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുത്ത് നെയ്യിലിട്ട് ഈ നേന്ത്രപ്പഴം ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വെന്ത് വിളഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു മുറി ചിരവിയ തേങ്ങ, കുറച്ച് കാഷ്യൂ നട്ട്സ്, ഇനി കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഇനി ഒരു ചെറിയ ഉരുള ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് പാനിയാക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകവും 5 ഏലക്കയും കൂടെ പൊടിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ശർക്കരപ്പാനിയെല്ലാം കുറുകി പാനിൽ നിന്ന് വിട്ടു വരുന്നതായി ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിൽ മാവ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി ഒരു വാഴയിലയും മുറിച്ച് വെച്ചെടുത്ത് ഇലയിലേക്കും അല്പം നെയ്യ് തടവി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴത്തിന്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പാത്രത്തിന്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഇഡലിച്ചെമ്പിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം മൂടി തുറന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പച്ച ഈർക്കൽ വെച്ചൊക്കെ കുത്തി നോക്കുമ്പോൾ അതിലൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം അട റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം ഇതുപോലെ മുറിച്ച് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.